ഹലോ ഹായ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്, ഗൂഡല്ലൂർക്ക്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രാ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ട്. അതിൽ പുറത്തുനിന്ന് ജനലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണ്, ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ. അവരൊക്കെ പുറത്തിറങ്ങിയിരിക്കണ്. കുഞ്ഞുട്ടിയും പിന്നെ ബേബിയൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുവന്നാക്കാൻ വന്നിരിക്കണത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ചാനൽ നമുക്ക് കാണാം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ. വെറുതെ പോകണം. ഫ്രണ്ട് ബേബി പോകണം. എൻ്റെ ആധാർ കാർഡോ ഞാൻ പോയിട്ടരാം. ആയിക്കോട്ടെ പോയിട്ടരാം. വാട്സപ്പിൽ വിട്ടരാം. ഒരു ഹായ് ഇവിടെ വാട്സപ്പിൽ. നമ്മളെ ആദിമോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നതാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഇവിടുന്ന് കയറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അവൻ്റെ സ്കൂളാണ്. കുഞ്ഞുട്ടി കൊണ്ടുവരാൻ പോയിക്കണം. ഉച്ചവരെ ഉള്ളൂന്ന് അവൻ്റെ ക്ലാസ്സിൽ ഉച്ചവരെ മതിയെന്ന് വിചാരിച്ചു കൊണ്ടുപോകാൻ. നമ്മളെ നാദിമോന് കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ വരുന്നുണ്ട് അവന് വരും. അങ്ങനെ നമ്മളെ നാദിമോനെ കയറ്റി നാദിമോൻ വരുന്നുണ്ട്. ഓന് ലെറ്റർ കൊടുക്കാൻ പോയതാണ്. ടീച്ചർക്കല്ലേ ഞങ്ങൾ പഴംപൊരിയും ചായയും ഹോർലിക്സ് ഒക്കെ വാങ്ങിട്ടോ. ഐശുതാ പഴംപൊരി തിന്നണു. ഐശു തിന്ന പൈശുവോ? ടേസ്റ്റ് ഉണ്ട് ഐശുവാ? ഉണ്ടോ? സൂപ്പറാ? ആ സൂപ്പറാണ്. ഓക്ക് പഴംപൊരി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പഴംപൊരിയും ചിക്കൻ റോളാ തോന്നുന്നുണ്ടല്ലേ ബേബി? അത് നമ്മൾ കഴിച്ച ഒരു എരിവുള്ളത് അതും കഴിച്ചു. പുറത്തിറങ്ങിയിട്ടില്ല. കുഞ്ഞുട്ടിയും കുട്ടികളും അതിലും ആദ്യമൊക്കെ പുറത്തിറങ്ങി. നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് ഇതുവരെ ഉണ്ട്. ചിക്കൻ വിങ്സ് പിന്നെ അപ്പൊ അതിലെന്താ തിന്നേ? അങ്ങനല്ല, ഞാൻ ഇപ്പൊ ഡയറ്റിലല്ലാത്തോണ്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു ബ്രെഡില് ചിക്കൻ നിറച്ച് ചെറിയൊരു സാധനം, ഇത്ര പോകുന്നൊരു ചെറിയൊരു സാധനം, ചെറിയ സാധനം, പിന്നെ ഇത്രയും ചെറിയ റോള് തന്നിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ഞാന് പിന്നെ ഒരു പഴംപൊരിയും ഒരു ഇതും എന്തേനി അതിന്റെ പേര് മസാല ഉള്ള ഒരു അനിമോള അതിന്റെ പകുതി തിന്നു, ഒരു പഴംപൊരിയും തിന്നു. ബേബി അതേമാതിരി ഒരു പഴംപൊരി അതേമാതിരി തന്നെ ഒരു മസാലൻ്റെ തിന്നു അല്ലേ ബേബിയെ? അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് തിന്ന് വയറിപ്പോൾ ഫുള്ളായി. അങ്ങനെ നമ്മൾ ചുരത്തി. ഇപ്പൊ പുതിയതായിട്ട് കെട്ടിയതാണ് അല്ലേ? അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടോ. രാത്രി 9 മണിയാകാനായി.